സർ, നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണല്ലോ ശബരിമല. ഇപ്പോൾ മണ്ഡലകാലമായതുകൊണ്ട് നിരവധി ഭക്തന്മാരാണ് വരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവരിൽ ആരെങ്കിലും ശബരിമല സന്ദർശിക്കുമെന്നൊരു ഒരു റൂമർ കേൾക്കുന്നു. അവരിൽ ആരെങ്കിലും ഒരാൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ശബരിമല സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് BJP കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അത് ഫെബ്രുവരി ആകാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ മണ്ഡലകാലത്തിന് തിരക്ക് കഴിയുമല്ലോ. തിരക്ക് കഴിയുമല്ലോ. തിരക്കിനൊന്നും ബാധിക്കാതെ നേരത്തെ രാഷ്ട്രപതി വന്നതുപോലെ സന്ദർശിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നപ്പോൾ ഒരു ഗൂർഖ വാഹനം ഉപയോഗിച്ചിരുന്നില്ലേ സന്നിധാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ ഗൂർഖ വാഹനം ആംബുലൻസ് ആയിട്ട് കോയമ്പത്തൂരിലെ ഒരു മെഡിക്കൽ സംഘം ശബരിമലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണത്. അത് ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കാവൂ എന്നവർ പറഞ്ഞിരുന്നു. സ്പോൺസർമാർ, ഡോക്ടർമാരുടെ ഒരു സംഘമാണത്. അപ്പോൾ അത് അങ്ങനെ ആംബുലൻസ് ആയിട്ട് അത് മാറ്റുന്നത് ഫെബ്രുവരിക്ക് ശേഷം മതി എന്നൊരാലോചന ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ എന്ന് തിരക്കുമ്പോഴാണ് മോദിയോ ഷായോ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി കോയമ്പത്തൂർ മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരടങ്ങിയ 7 അംഗ സംഘം സംഭാവന ചെയ്ത ആംബുലൻസാണ് ഈ ഗൂർഖ വാഹനം. അപ്പോൾ ശബരി മെഡിക്കൽ സർവീസിലെ ഡോക്ടർ മണികണ്ഠൻ, വിനോദ് ദേവരാജൻ, ഡോക്ടർ ഹരിബാബു, ഡോക്ടർ ഗണപതി, ഡോക്ടർ ശരവൺ തുടങ്ങി 7 പേര് ആണ് ഇത് സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം കിട്ടിയിട്ട്, ഗൂർഖ വാഹനം കിട്ടി ദിവസങ്ങൾക്കകം രാഷ്ട്രപതിയുടെ സന്ദർശനം തീരുമാനിച്ചു. അപ്പോൾ പോലീസ് അവർക്ക് ഈ മെഡിക്കൽ സംഘത്തോടു കൂടി ആലോചിച്ചിട്ട് ഇത് രാഷ്ട്രപതിക്ക് സഞ്ചരിക്കാനായിട്ട് ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചു. ഒക്ടോബർ 22 രാഷ്ട്രപതി വന്നു. ഈ ഗൂർഖ വാഹനം മുകൾ വരെ അത് എത്തുമല്ലോ. അപ്പോൾ ഇപ്പോൾ ആ ഗൂർഖ വണ്ടി ആ സ്ഥാനത്ത് കിടപ്പുണ്ട്, ബോർഡിൻ്റെ ആ സ്ഥാനത്ത് കിടക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ മോദിയോ ഷായോ വരും എന്ന് കേൾക്കുന്നത് കൊണ്ട് അതിനുശേഷം ഇത് ആംബുലൻസാക്കി മാറ്റാം എന്നാണ് ഇപ്പോൾ ആലോചന എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗൂർഖ വാഹനത്തിന് ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. അപ്പോൾ ഈ സന്നിധാനത്ത് നിന്ന് ജഡങ്ങൾ കൊണ്ടുപോകാൻ, സ്വാമിമാര് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നൊക്കെ മരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ ആ ജഡങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഈ ആംബുലൻസ് ഉപയോഗിക്കരുത് എന്ന് സ്പോൺസർമാർ പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ലാത്ത ക്രിട്ടിക്കലായിട്ടുള്ള അതുപോലെ ആ ജഡങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. രോഗികളെയൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ആംബുലൻസ് എന്നുള്ള നിലയ്ക്ക് കരുതുക. വേറൊന്നില് ഈ വണ്ടി അല്ലാതെ വേറൊരു ആംബുലൻസിൽ ജഡങ്ങൾ കൊണ്ടുപോവുക, അങ്ങനെയാണ് ഈ ആലോചനയുള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതി ശബരിമല വരുമ്പോൾ തന്നെ അതേപ്പറ്റിയൊക്കെ ഈ പല റൂമറുകളും വന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയുടെ അവസ്ഥ വലിയ കഷ്ടമാണ് ഇപ്പോൾ. അതെ സർ, ശബരിമല കിട്ടുന്ന വരുമാനത്തിൽ ഏറിയ പങ്കും ഭരിക്കുന്ന പാർട്ടിക്കാർ കൊള്ളയടിക്കുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ നിരവധി ഭക്തന്മാർ വരുന്നുണ്ട്. ഇവർ സ്വാഭാവികമായിട്ട് ഈ വാർത്തകൾ ശ്രദ്ധിക്കുകയും അവരുടെ നാട്ടിലെ TV ചാനലുകളിലും മാധ്യമങ്ങളിലും വാർത്ത വരും. ഇപ്പോൾ ഇത്രയും നിർണായകമായ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ BJP നേതൃത്വം അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയോ അമിത്ഷായോ വരിക എന്ന് പറയുന്നത് ചില നിർണായകമായ നീക്കമാണെന്നൂടെ കരുതിക്കൂടെ? അങ്ങനെ വേണം കരുതാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ BJP ഇപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയിട്ടുണ്ടല്ലോ. ഈ സ്വർണ്ണപ്പാളി വിവാദം അത് ശരിയായ ആവശ്യമാണ്.
എന്തുകൊണ്ടാന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ സംസ്ഥാനങ്ങളിലെ ആളുകളൊക്കെ ഇതില് വലിയ കോൺട്രിബ്യൂഷൻ ഉൾപ്പെട്ടിട്ടുള്ളതാ. കോൺട്രിബ്യൂഷൻ രണ്ടു തരത്തിലും ഉണ്ടല്ലോ, ഒരുക്കാനും ഉണ്ട്. അപ്പോ സംഭാവനകൾ ഈ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടെങ്കിലും സംഭാവനയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്തവണ ശബരിമലയില്. അവരുടെ വിശ്വാസമാണല്ലോ. അതെ അതെ, അതിനൊന്നും കുറവുണ്ടാവില്ല. പക്ഷെ ഞാനും അറിഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും ആയിരിക്കില്ല ശരിക്കും ശബരിമലയ്ക്ക് കിട്ടുന്ന സംഭാവന എന്നാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഈ അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. ബില്യൺസ് വരുന്ന ഒരു സ്ഥലം, കുമിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പൊ ശരിക്കും കിട്ടുന്ന ഈ തുകയില്ലേ, തുക തന്നെ അവിടെ കണക്കിൽപ്പെടാതെ 440 കോടി രൂപയാണ് കഴിഞ്ഞ സീസണിൽ കിട്ടിയതെന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അതങ്ങനെയൊന്നും ആയിരിക്കില്ല, ഒരു 3000 കോടിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ പല കൈകളിലേക്ക് അത് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലേ? കൃത്യമായിട്ട് അവരൊരു നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് ഈ ഭരിക്കുന്ന ഇപ്പൊ ദേവസ്വം ബോർഡ് അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ ഒരുപോലെ പണം പമ്പ് ചെയ്ത് പോയാൽ, മീൻസ് ഡിവൈഡ് ചെയ്ത് പോയാൽ അവരിത് പുറത്തു പറയില്ലല്ലോ. അങ്ങനെ സംഭവിച്ചൂടെ? അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നടങ്കം അല്ലേ, ഐകമത്യം മഹാബലം എന്നുള്ള പഴഞ്ചൊല്ല് ശരിയാക്കി എല്ലാവരും മാസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. തന്ത്രി മുതൽ തന്ത്രിക്കൊന്നും പുറകിലല്ല, വാച്ചർ വരെ ഉണ്ട്. എല്ലാവരും അതിൻ്റെ അകത്ത് ശരിക്കും പങ്കിട്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ നെയ്യിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ ഹൈക്കോടതി ഇടപെട്ടല്ലോ. അതെ, ശാന്തിക്കാരന്റെ മുൾക്കഴകത്തിന്റെ പിന്നെ തന്ത്രിയുടെ മുറിയിലൊന്നും ഈ 100 രൂപയ്ക്ക് മറ്റേ ആടിയ നെയ്യ് വിൽക്കേണ്ടതില്ല. 100 രൂപയ്ക്കൊന്നും നമ്മൾ പറയുന്നതല്ലേ, 100 രൂപ എന്ന് പറയുന്ന വിലയാണെങ്കിൽ അവർ കൊടുക്കുന്ന വലിയൊരു ദക്ഷിണായിരിക്കില്ലേ? അതായിരിക്കും. അത് വെറുതെ ആ തന്ത്രി ഇല്ലെങ്കിലും മുറിയുടെ അവിടെ പൈസ എറിഞ്ഞിട്ട് പോകുന്നില്ലേ ആളുകൾ? ഒരു ചാരു കസേര അവിടെ ഇട്ടാൽ മതി, അതേ വന്ന് പൈസ എറിഞ്ഞിട്ട്. അതെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ നെയ്യ് എന്ന് പറയുന്നത് വെറുതെ ഉള്ള കച്ചവടമല്ല. അത് ഈ രാത്രി ക്യൂവിലൊക്കെ നിൽക്കുന്നുണ്ടാവില്ലേ, ഈ ആന്ധ്രയിൽ നിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നുള്ള ആളുകൾ, ഇവരെയൊക്കെ ചാക്കിട്ട് പിടിക്കുന്ന ഏജന്റുമാരും അവിടെ ഉണ്ടെന്നാ പറയുന്നത്. തന്ത്രിയുമായിട്ടുള്ള മേൽശാന്തിയുടെ അവിടെ ഉൾക്കഴകത്തിന്റെ അവിടെ നിന്നൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടി ക്യൂവിലൊന്നും നിൽക്കണ്ട, തന്ത്രിക്ക് വേണ്ടി അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഏജന്റുമാര്. അപ്പൊ അതാണ് ഈ 100 രൂപ ആയിരിക്കില്ല നമ്മൾ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഏജന്റിന്റെ കയ്യിൽ ഒരു 500 രൂപ എടുത്ത് കൊടുത്താലും ആര് ചില്ലറ ചോദിക്കുന്നു? അതെ അതെ അതെ. ഒരു പിന്നെ മാത്രമല്ല, ഈ ഏജന്റ് നല്ല ക്യാൻവാസ് ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ തന്ത്രിയുടെ 1000 കൊടുത്തല്ലേ നിങ്ങളുടെ സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എമൗണ്ട് കൊടുക്കാൻ അവർ തയ്യാറാകും. കാരണം ഒന്നാമത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവരല്ലേ, എത്രയോ ദിവസം ബുദ്ധിമുട്ടി അവിടെ വരുന്നത്. അപ്പൊ അവരതിനൊക്കെ വിധേയരായിക്കൂടാന്ന്. പിന്നെ നമ്മള് അവിടെ എല്ലാം ഈ നെയ്യും പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട് ഈ കൊടുക്കാനേ, ഭക്തന്മാർക്ക് കൊടുക്കാം. അങ്ങനെയും ചെയ്യാല്ലേ അവിടെ. പക്ഷെ ഇവര് ഇരുമുടിക്കെട്ടില് നെയ്യ് കൊണ്ടിരുന്നുണ്ടല്ലോ. ഈ നെയ്യ് അവിടെ പോകുന്നു, അത് മൊത്തമല്ലേ അവിടെ. ആ നെയ്യ് അവിടെ അഭിഷേകം ചെയ്തിട്ട് ഈ അഭിഷേകം ചെയ്ത നെയ്യും കൊണ്ടുവരുന്ന നെയ്യും എല്ലാം കൂടി ഉണ്ടല്ലോ. ഈ ഇത്രയും വിശ്വാസികൾ അവിടെ വരുന്നുണ്ടെങ്കിൽ സിനുജി അവിടെ ഭക്തര് കൊണ്ടുവരുന്ന നെയ്യ് തന്നെയല്ലേ അവിടെ ഉപയോഗിക്കേണ്ടത്? അതെ, അതിനേക്കാൾ കൂടുതൽ നെയ്യ് അവിടെ കിട്ടുന്നുണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ ഈ പുറത്തുനിന്ന് നെയ്യ് പിന്നെയും മേടിക്കുന്നതോ ടൺ കണക്കിന്, ലിറ്റർ കണക്കിന് ഒക്കെ. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു വശപ്പശക് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോ നിർദ്ദേശം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തിരുപ്പതി കൈകാര്യം ചെയ്യാനായിട്ട് അതിൻ്റെതായ ബോർഡ് ഉണ്ടല്ലോ പ്രത്യേകം, ആ ക്ഷേത്രത്തിന് മാത്രം. ഇതിപ്പോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ നിന്ന് പൈസ എടുത്തിട്ട് വേറെ ക്ഷേത്രങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ സംഭവമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അല്ലാതെ ഈ തിരുപ്പതി തിരുമല ദേവസ്ഥാനം ബോർഡ് പോലെ ഒരു സംഗതി ശബരിമലയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പല ഇവിടെ വരുന്ന പൈസ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാമല്ലോ, ഇല്ലേ? പല സ്ഥാപനങ്ങളും വേറെയും ഉണ്ടാക്കാം, അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കിക്കൂടെ? അതല്ലാതെ ഈ ബോർഡിലിരിക്കുന്ന കുറേ ആളുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ യഥാർത്ഥ വരുമാനം ഇതൊന്നും ആയിരിക്കില്ല. അത് ഇതിന്റെ കച്ചവടമൊക്കെ ഇത്ര ആളുകൾ വരികയാണെങ്കിൽ അത് ഇത്ര പൈസ അതിൻ്റെ അകത്ത് കിട്ടുന്നൊക്കെയുള്ള അനാലിസിസ് ഒക്കെ ചെയ്യാൻ കെൽപ്പുള്ളവരൊക്കെ നമ്മുടെ സാമ്പത്തിക രംഗത്തൊക്കെ ഉണ്ട്. സാർ, ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ വിശ്വാസങ്ങളിൽ കൂടുതൽ
കടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. മിക്കവാറും അമ്പലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ദർശനമൊക്കെ നടത്താം. അങ്ങനെ ഒരാൾ നേരിട്ട് ശബരിമലയിൽ വരികയും ഇവിടുത്തെ അഴിമതിയുടെ കഥകളോ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളോ ഒക്കെ ലഭിക്കുകയും ചെയ്താൽ ഈ ക്ഷേത്രത്തിന് മേൽ കൃത്യമായ ഒരു നിയന്ത്രണം കേന്ദ്രത്തിന് പിന്നീട് ഏർപ്പെടുത്തിക്കൂടെ? അതാ ഞാനീ പറഞ്ഞു വന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഒരു ആലോചന ശബരിമലയെ സംബന്ധിച്ചിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ പ്രപ്പോസലും ഒക്കെ ഇവിടുന്ന് കൊടുത്തിട്ടുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ശബരിമലയെ വീണ്ടെടുക്കണം അല്ലേ? അതെ. ഈ കൊള്ളക്കാരായ പാർട്ടി മുതലാളിമാരിൽ നിന്ന് ശബരിമലയെ വീണ്ടെടുക്കണം എന്നൊരാഗ്രഹം എല്ലാ ഭക്തന്മാരുടെയും ഹൃദയത്തിൽ ഉണ്ടാവില്ലേ? ആ ഹൃദയത്തിന്റെ വിളി പ്രധാനമന്ത്രി കേൾക്കേണ്ടതല്ലേ? അപ്പൊ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. ഫെബ്രുവരിയിലോ എപ്പോഴാണ് സന്ദർശനം? ഏതായാലും വലിയ താമസമില്ലാതെ ഉണ്ടാവും എന്നുള്ള റൂമർ, കിംവദന്തി വളരെ ശക്തമാണ്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.